Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ടക്കറി നമുക്ക് ചിക്കനും ബീഫൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ പത്തിരിൻ്റെയും പൊറാട്ടൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മുട്ടക്കറിയാണ്. അപ്പോൾ മുട്ടക്കറി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മുട്ട പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത്ര മുട്ട പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ 3 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ട കുക്കായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഏലക്ക, ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, പിന്നെ കുറച്ച് കുരുമുളക്, ഇത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്പൈസസൊക്കെ ചേർത്ത് കൊടുത്താൽ പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ വലിയ ജീരകം ഞാൻ പൊടിച്ച് വെക്കുക ചെയ്യാറുള്ളത്, അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ വലിയ ജീരകം പൊടിയല്ല മുഴുവനായിട്ട് തന്നെയാണെങ്കിൽ അതും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 6 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ചെറിയൊരു സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒരുപാട് വേണ്ട കേട്ടോ, ചെറിയൊരു സവാള മതി. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന സവാള നല്ല വലുതൊക്കെ ആണെങ്കിൽ പകുതിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതാ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത്രയും ആയാൽ മതി കേട്ടോ. ഒരുപാട് ബ്രൗൺ കളറായി അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല, ഇത്രയും ആയാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ചെറിയൊരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരണം. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി ഇതൊക്കെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു മസാല റെഡിയാക്കിയിട്ട് പിന്നെ നമ്മളിത് അരച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റായി വന്നാൽ മതി. അപ്പം ഇനിയിപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ജീരകം പൊടിയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, നമ്മൾ ആ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടികളുടെ ഒരു പച്ചമണക്കൊന്ന് മാറി വരുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതാ നമ്മുടെ മസാല നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ. നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് അരയാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം.
ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മസാല റെഡിയാക്കിയ ആ ഒരു ചട്ടി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചൂടാക്കി എടുക്കുക. ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഉണ്ടല്ലോ, ഇതേപോലെ കത്തി കൊണ്ടൊന്ന് ഇതേപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മുട്ട ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നാൽ പിന്നെ നമുക്കിതാ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ഒരുപാടായാലും കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസാക്കി എടുത്തിട്ടില്ല. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ എരിവ് നോക്കിയിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയൊക്കെ ചേർത്തതാണല്ലോ, അപ്പം എരിവ് ഉണ്ടാവും. എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ സവാള വഴറ്റിയപ്പം കുറച്ച് ചേർത്തതേ ഉള്ളൂ, പിന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം കറിയിലേക്കുള്ള ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ പാക്കറ്റുകൾ നമുക്ക് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ 1 ടേബിൾ സ്പൂണ് ഈ പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് തേങ്ങ ചിരകി എടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ വല്ലാണ്ട് തിളപ്പിക്കണമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടക്കറി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നമുക്ക് പൊറോട്ട, ചപ്പാത്തി, പത്തിരി എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അപ്പം ഇനി ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്